വേഗം കൊച്ചിയിലേക്ക് പോയാൽ കൊച്ചിയിൽ രേഷ്മ നായരാണ്. കൊച്ചിയിൽ നിന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കേന്ദ്രം. ഹൈക്കോടതിയിൽ നിന്നാണ് ആ വാർത്ത പ്രതീക്ഷിക്കുന്നത്. ഹൈക്കോടതിയിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് കേരള സർവകലാശാല യുവജനോത്സവത്തിന് ഇന്തിഫാദ എന്ന പേരിട്ടതിനെതിരായ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പേരും മാറ്റിയ വിവരം VC കോടതിയെ അറിയിക്കും. അതേസമയം തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ഇലക്ഷൻ പ്രചരണം സംബന്ധിച്ച വാർത്തയുമുണ്ട്. വിവരങ്ങളുമായി രേഷ്മ ചേരുന്നുണ്ട്. രേഷ്മയിൽ നിന്നറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സർവകലാശാലയിലെ കലോത്സവത്തിൻ്റെ പേര് തന്നെയാണ് ഭീകരവാദ സംഘടനകൾ നടത്തുന്ന സായുധ കലാപത്തിൻ്റെ പേര് ഇന്തിഫാദ എന്ന ഒരു കലാലയ കലോത്സവത്തിന് ഇട്ടതിന് അത് എന്തായാലും ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ SFI പോലെയുള്ളൊരു സംഘടനയ്ക്കുള്ളിലേക്ക് കടന്നു കയറിയ ഗവർണറൊക്കെ ആരോപിക്കുന്ന പോലെ PFIയുടെ ബന്ധമൊക്കെ മറന്നേക്ക് പുറത്തു വരുന്നു എന്നതാണ് AVP ഉൾപ്പെടെ ഈ പേരിട്ടതിന് പിന്നിലെ ഇടപെടലിനെ പറ്റി പറയുന്ന പ്രധാനപ്പെട്ട ആരോപണം. അത്തരത്തിൽ ആരോപണമൊക്കെ നിലനിൽക്കുമ്പോൾ ഇന്ന് കോടതി സ്വീകരിക്കുന്ന നിലപാട് അതാകും ഇതിലേറെ നിർണായകമാകുക. എന്തായാലും ഈ വാർത്ത ജനൻ TV ആണ് പുറത്തു കൊണ്ടുവന്നത്. ജനൻ TV വാർത്ത പുറത്തു കൊണ്ടുവന്നപ്പോൾ തന്നെ വൈസ് ചാൻസലർ കൃത്യമായി ഇടപെടൽ നടത്തിയിരുന്നു. ഇത് സർവകലാശാലയ്ക്ക് അറിയില്ല, ഇത്തരം പേരുകൾ നൽകാൻ കഴിയില്ലെന്ന് അദ്ദേഹം ആദ്യം വ്യക്തമാക്കിയിരുന്നു. ഇന്നലെ ഇപ്പോൾ അദ്ദേഹം ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു. ഈ പേര് ഉപയോഗിക്കാൻ കഴിയില്ല, അത് പിൻവലിക്കണം, റദ്ദാക്കുന്നു എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഉത്തരവും ഇറക്കിയിരുന്നു. എന്തായാലും ഇക്കാര്യത്തിലൊക്കെ കോടതി സ്വീകരിക്കുന്ന നിലപാട്, കോടതിയുടെ പരാമർശങ്ങളൊക്കെയാണ് ഏറെ നിർണായകമായി മാറുക. അതുതന്നെയാണ് ഇന്നത്തെ വാർത്താ ദിനത്തിലെ ഏറ്റവും പ്രധാന വാർത്തയെ കൊച്ചിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തൃശ്ശൂരിലേക്ക് കൂടി പോകേണ്ടിയിരിക്കുന്നു. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ സാന്നിധ്യം കൊണ്ട് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലമായി മാറുകയാണ് തൃശ്ശൂർ. തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് ഇന്നലെ അവിടെ NDA തുടക്കം കുറിച്ചിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള പ്രചരണ പരിപാടികൾ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. വേഗം രേഷ്മ തയ്യാറാണ്. രേഷ്മ, ഈ ഇന്തിഫാദ ഈ വാർത്ത ജനൻ TV ആണ് ആദ്യം പുറത്തു കൊണ്ടുവന്ന് അന്ന് ആ സമയം തന്നെ ഈ പേരുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് VC വ്യക്തമാക്കിയിരുന്നു. VC ഇന്നലെ ഒരു ഉത്തരവിറക്കിയിരുന്നു. ഇപ്പോൾ കോടതി സ്വീകരിക്കുന്ന നിലപാട്, നടപടി അതൊക്കെ ഏറെ നിർണായകമാകും. എന്താണ് നിയമവിദഗ്ധരും ഇതുമായി ബന്ധപ്പെട്ട അഭിഭാഷകരും ഹർജിക്കാരും ഒക്കെ പങ്കുവെക്കുന്ന വിവരങ്ങൾ? ഉമേഷ്, ഇന്തിഫാദയുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത ജനൻ TV തന്നെയാണ് പുറത്തുവിട്ടത്. കഴിഞ്ഞ ദിവസം VC ഇന്തിഫാദ എന്നുള്ള പേര് പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കിയ ഒരു സാഹചര്യമുണ്ട്. എന്തായാലും മുന്നേ തന്നെ കഴിഞ്ഞ ആഴ്ചയാണ് ഇന്തിഫാദ എന്ന പേര് കേരള യൂണിവേഴ്സിറ്റിയുടെ കലോത്സവത്തിന്റെ ലോഗോയ്ക്ക് നൽകിയത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി ഹൈക്കോടതിയിൽ എത്തിയത്. ഈ ഹർജിയിൽ VCക്കും അതോടൊപ്പം തന്നെ ചാൻസലറായിട്ടുള്ള ഗവർണർ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, സ്റ്റുഡൻസ് യൂണിയൻ എന്നിവർക്ക് ഹൈക്കോടതി നോട്ടീസ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെ തന്നെയാണ് VC ഇത്തരത്തിൽ പേര് പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിക്കൊണ്ട് ഒരു നടപടിയിലേക്ക് കടന്നത്. ഈ നടപടി VC ഇന്ന് ഹൈക്കോടതി അറിയിക്കുകയും ചെയ്യും. ഒരുപക്ഷെ ഇക്കാര്യം രേഖപ്പെടുത്തിക്കൊണ്ട് ഹൈക്കോടതി ഈ ഹർജി തീർപ്പാക്കിയേക്കും. മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഇത്തരത്തിലൊരു പേര് വന്നതിന് പിന്നിൽ ഒരു ഗൂഢ ലക്ഷ്യമുണ്ട് എന്നുള്ള ഒരു ആക്ഷേപം ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഹർജിക്കാരെന്ന് പറയുന്നത് നിലവിൽ NSS കോളേജിലെ വിദ്യാർത്ഥിയൊപ്പം തന്നെ AGP പ്രവർത്തകരുമായ കേസാണ്. ഇദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഈ തീവ്രവാദ സംഘങ്ങളുമായിട്ട്, ചരിത്രപരമായി തന്നെ തീവ്രവാദ സംഘങ്ങളുമായി ബന്ധപ്പെട്ട വാക്കാണ് ഇന്തിഫാദ. അത് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഈ ഒരു പദം കലോത്സവത്തിന്റെ ലോഗോയ്ക്ക് പേരായിട്ട് നൽകുക എന്ന് പറയുന്നത് അത് അംഗീകരിക്കാൻ സാധിക്കത്തില്ല. മാത്രമല്ല അത് ഭരണഘടനയുടെ അനുച്ഛേദം 51 ലംഘനം തന്നെയാണ്. കൂടാതെ ഒരു രാഷ്ട്രീയപരമായിട്ട്, അതായത് അതിന് വലിയ രീതിയിൽ രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കലോത്സവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ സർഗാത്മകത മാത്രം വാഴുന്ന അല്ലെങ്കിൽ അത്തരം ഒരു കാര്യങ്ങൾ മാത്രമുള്ള ഒരു ഇടമാണ് കലോത്സവം നൽകുന്നത്. പക്ഷെ അത്തരത്തിലൊരു കലോത്സവത്തിന് കലയുടെ മാത്രമുള്ള ഉത്സവത്തിന് ഇത്തരം ഒരു പേര് നൽകിയതിന് പിന്നിൽ ഒരു നിഗൂഢമായിട്ടുള്ള ലക്ഷ്യമുണ്ട്. കൂടാതെ ഈ ഒരു പേര് അതിന്റെ ഹമാസ് ഭീകരരുമായി ബന്ധമുള്ള ഒരു പേരാണ്. അതായത് ഹമാസ് ഭീകരർ ഇസ്രായേലിനെതിരെ നടത്തിയ ഭീകരാക്രമണങ്ങളെ സൂചിപ്പിക്കുന്ന പദമാണ് ഇന്തിഫാദ. ഇത്തരത്തിൽ SFI ഭരിക്കുന്ന ഒരു യൂണിയൻ അവരുടെ സർവകലാശാല കലോത്സവത്തിന്റെ ലോഗോയ്ക്ക് പേരായിട്ട് നൽകിയതും അത് ശരിയല്ല, തെറ്റായ നടപടിയാണെന്നായിരുന്നു ഹർജി നൽകിയതും അതും ശരിയല്ല, തെറ്റായ നടപടിയാണെന്നായിരുന്നു ഹർജിക്കാരൻ ഹൈക്കോടതി മുൻപാകെ നൽകിയ ഹർജിയിൽ ആരോപിച്ചിരുന്നു. എന്തായാലും പ്രാഥമിക നടപടി എന്നുള്ള രീതിയിലായിരുന്നു ഹൈക്കോടതി ഈ ഹർജിയിലെ എതിർകക്ഷികളായിട്ടുള്ള VC അടക്കമുള്ളവർക്ക് നോട്ടീസ് അയച്ചത്. എന്തായാലും മറുപടി ഈ ഹർജിയിലെ എതിർകക്ഷികളൊക്കെ തന്നെ നൽകേണ്ടി വരും. എന്തായാലും ഈ പേര് പിൻവലിച്ച ഒരു സാഹചര്യം അത് ഏത് വിധത്തിലാണ്, ഒപ്പം തന്നെ അതിന്റെ ഉത്തരവിന്റെ പകർപ്പടക്കമുള്ള കാര്യങ്ങൾ ഒറ്റ കാര്യം കൂടെ ചോദിച്ചോളൂ. ഇന്നിപ്പോൾ ഈ എതിർകക്ഷിക്കാരുടെ മറുപടി
നടപടി കേൾക്കുക മാത്രമാണോ അതോ അല്ലെങ്കിൽ ഈ ഹർജിയിൽ ഒരു തീർപ്പിലേക്ക് കോടതി പോകാനുള്ള സാധ്യതയുണ്ടോ? അഭിഭാഷകർ അങ്ങനെ എന്തെങ്കിലും പരാമർശങ്ങൾ നടത്തുന്നുണ്ടോ? ഉമേഷ്, സ്വാഭാവികമായിട്ട് ഈ പേര് പിൻവലിക്കണം എന്നുള്ളതായിരുന്നു അടിസ്ഥാനപരമായിട്ട് ഈ ഹർജിക്കാരൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യം. അതെന്തായാലും പിൻവലിക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ VC നിലവിൽ പേര് പിൻവലിച്ചു എന്നും അത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഇന്നലെ ഇറക്കിയതായിട്ടും ഹൈക്കോടതി അറിയിക്കും. അതുകൊണ്ട് തന്നെ ഇക്കാര്യം രേഖപ്പെടുത്തിക്കൊണ്ടൊരു ഹർജി തീർപ്പാക്കലിലേക്കായിരിക്കും ഹൈക്കോടതി കടന്നേക്കുക. അതിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതും വാർത്തയായിട്ട് പുറത്തു വരികയും ചെയ്യും. പ്രധാനമായിട്ടും ഇത്തരത്തിൽ ഒരു കലോത്സവത്തിന് എന്തിനാണ് ഇങ്ങനെ ഒരു പേര് നൽകുന്നത് എന്നുകൂടിയുള്ള ഒരു ആക്ഷേപം അല്ലെങ്കിൽ അത്തരം ഒരു ചോദ്യം ഹർജിക്കാരൻ ഉന്നയിച്ച ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ പേര് പിൻവലിക്കണം എന്നുള്ള ഒരു ആവശ്യം തന്നെയായിരുന്നു പ്രധാനമായിട്ടുമുള്ള ഹർജിയിൽ ഉന്നയിച്ചിരുന്നത്. എന്തായാലും അത് നടപ്പിലാക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. VC തന്നെയാണ് അത് പേര് മാറ്റിക്കൊണ്ടുള്ള. രേഷ്മ, അവിടെയാണ് ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ പ്രസക്തി. കോടതിയുടെ ഇടപെടലിലൂടെ അല്ലാതെ ഈ പേര് മാറ്റുക എന്നത് അത്ര എളുപ്പമാവില്ല. കാരണം വൈസ് ചാൻസലർ ഒക്കെ പുറപ്പെടുവിക്കുന്ന ഉത്തരവിന് കോളേജിലെ കുട്ടി സഖാക്കൾ നൽകുന്ന വില അത് എത്രത്തോളമാണ് നമുക്കറിയാം. കാരണം ഈ നിയമത്തെയും നിയമ സംവിധാനങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് SFI കാലാകാലങ്ങളായി ക്യാമ്പസുകളിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ VC ഇറക്കിയ പല ഉത്തരവുകളെയും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അവരങ്ങനെ ക്യാമ്പസിൽ അങ്ങനെ അഴിഞ്ഞാടുകയാണ്. കോടതിയുടെ പരാമർശം എന്തെങ്കിലും ഉണ്ടായെങ്കിൽ മാത്രമേ ശാശ്വതമായി ഈ പേര് ഉപേക്ഷിക്കുന്ന ഘട്ടത്തിലേക്കൊക്കെ വരാൻ സാധിക്കുകയുള്ളൂ. ഉമേഷ്, നിലവിൽ ഹൈക്കോടതിയിൽ ഹർജി വന്ന ഒരു സാഹചര്യത്തിൽ ആ ഹർജിയിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതാണ് ഹൈക്കോടതിയിൽ സാധാരണ ഹർജി വന്നാലുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ. എന്തായാലും ഹർജിയിൽ മറുപടി ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ എതിർകക്ഷികൾ അവരുടെ നിലപാട് ഹൈക്കോടതിയിൽ വ്യക്തമാക്കും. ഇതിൽ എതിർകക്ഷികളിൽ ഒരാളാണ് VC. അതുകൊണ്ട് തന്നെ ഈ പേര് പിൻവലിച്ചതായി അതിന്റെ ഉത്തരവിന്റെ വിശദാംശങ്ങളടക്കം ഹൈക്കോടതി മുൻപാകെ അറിയിക്കുകയും ചെയ്യും. ഇക്കാര്യം രേഖപ്പെടുത്തിക്കൊണ്ട് ഹർജി തീർപ്പാക്കാനുള്ള ഒരു നടപടിയിലേക്കായിരിക്കും ഹൈക്കോടതി കടക്കുക. കാരണം പ്രധാന ആവശ്യം അംഗീകരിക്കപ്പെട്ട ഒരു സാഹചര്യം. പിന്നീട് ഹർജിയിൽ വീണ്ടും ഒരു നിർദ്ദേശം പുറപ്പെടുവിക്കേണ്ട സാഹചര്യമില്ല. എന്തായാലും ഹർജി തീർപ്പാക്കുന്ന വേളയിൽ ഇത് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ഹൈക്കോടതിക്ക് പുറപ്പെടുവിച്ചേ മതിയാകൂ. ശരി രേഷ്മ, എന്തായാലും കോടതി സ്വീകരിക്കുന്ന നിലപാട് പരാമർശമൊക്കെ നിർണായകമാവും.